മന്ത്രിസഭയിലെ വകുപ്പുകളെ ചൊല്ലിയുള്ള ഏകദേശ ധാരണയായി 8 മന്ത്രിമാരുടെ പട്ടിക പുറത്ത്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതലയേൽക്കുമ്പോൾ മന്ത്രിസഭയിലെ വകുപ്പുകളെ ചൊല്ലിയുള്ള ഏകദേശ ധാരണയായി. കടുത്ത അതിർത്തിയിലായിരുന്ന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡും സതീശനും ചേർന്ന് അനുനയിപ്പിച്ചു. സതീശൻ സർക്കാരിൽ ആഭ്യന്തര, വിജിലൻസ് വകുപ്പുകൾ ചെന്നിത്തല കൈകാര്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസഭയിലേക്ക് വരാൻ സമ്മതിച്ച ചെന്നിത്തല നാളെ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് അദ്ദേഹം വഴങ്ങിയത്. വി.ഡി. സതീശൻ തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുമെന്നാണ് സൂചന. 8 കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. സണ്ണി ജോസഫ്, കെ. മുരളീധരൻ, എ.പി. അനിൽകുമാർ, പി.സി. വിശ്വനാഥ്, ബിന്ദു കൃഷ്ണ, എം. ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ മന്ത്രിയാകുമെന്നാണ് വ്യക്തമാകുന്നത്. ബുക്കിംഗ് ഉണ്ടായിട്ട് മുറി നൽകിയില്ല. IRCTCക്കും മേക്ക് മൈ ട്രിപ്പിനും കനത്ത തിരിച്ചടി. കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഹോട്ടൽ മുറി നിഷേധിച്ച സംഭവത്തിൽ IRCTCക്കും മേക്ക് മൈ ട്രിപ്പിനുമെതിരെ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ കർശന നടപടി സ്വീകരിച്ചു. സേവനത്തിൽ വീഴ്ച വരുത്തിയതിന് പരാതിക്കാർക്ക് 50,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവും നൽകാനാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. വാളയാർ ആൾക്കൂട്ട കൊലപാതകം, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസിൽ പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 90 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞതോടെയാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കേസിൽ അന്വേഷണ സംഘം ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 2025 ഡിസംബർ 17-നാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ഫാഗൽ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായത്. മോഷ്ടാവാണെന്ന് ആരോപിച്ച് നാട്ടുകാർ തടഞ്ഞുവെച്ച് മർദ്ദിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്. മാവേലിക്കരയിൽ സ്വകാര്യ ബസും ടിപ്പറും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. മാവേലിക്കര പന്തളം റോഡിൽ കൊച്ചാലുമൂട് ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്ത് സ്വകാര്യ ബസും ടിപ്പറും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 12:30-നായിരുന്നു അപകടം. ചെങ്ങന്നൂർ ഭാഗത്തുനിന്ന് വന്ന സ്വകാര്യ ബസ്സിൽ എതിർദിശയിൽ നിന്ന് അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ടിപ്പർ ഇടിക്കുകയായിരുന്നു. ലോറിയുടെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വി.ഡി. സതീശനെ കണ്ട ആശാപ്രവർത്തകർ തന്ന വാക്ക് പാലിക്കുമെന്ന് ഉറപ്പു നൽകി. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കണ്ടോൺമെന്റ് ഹൌസിലെത്തി കണ്ട ആശാപ്രവർത്തകർ. ആശാ സമരത്തിൽ 266 ദിവസവും ഒപ്പം നിന്ന ആളാണ് വി.ഡി. സതീശൻ. സമരത്തിന് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ എത്തിയതാണെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു. ഓരോ ഘട്ടത്തിലും വൈകാരികമായാണ് അദ്ദേഹം സമരത്തിനൊപ്പം നിന്നത്. ആദ്യ ക്യാബിനറ്റിൽ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിക്കുമെന്ന് വി.ഡി. സതീശൻ ഉറപ്പു നൽകിയെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കി. കാൽവഴുതി ഓടയിലെ മലിനജലത്തിൽ വീണു. ആലപ്പുഴയിൽ യുവാവിന് ദാരുണാന്ത്യം. ഓടയിലെ മലിനജലത്തിൽ വീണ യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴ ചാത്തനാട് സ്വദേശി ബോബച്ചൻ തങ്കച്ചനാണ് മരിച്ചത്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കാൽവഴുതി വീഴുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ബോബച്ചൻ ഓടയിൽ വീണ കാര്യം രാത്രി ആരും അറിഞ്ഞിരുന്നില്ല. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. ഗവർണറുടെ വാഹനവ്യൂഹം വെട്ടിക്കുറച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ വാഹനവ്യൂഹത്തിന്റെ എണ്ണം 3-1 കുറച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്ധന നിയന്ത്രണ ആഹ്വാനത്തെ തുടർന്നാണ് നടപടിയെന്നാണ് ലോക്ഭവന്റെ വിശദീകരണം. വാഹനവ്യൂഹത്തിൽ 9 വാഹനം ഉണ്ടായിരുന്നത് 6 ചുരുക്കി. വാഹനവ്യൂഹത്തിൽ നിന്ന് ഒരു എസ്കോർട്ട് വാഹനം 2 സ്റ്റെപ്പിനി വാഹനങ്ങളുമാണ് ഒഴിവാക്കിയത്. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം ഇത്തരത്തിലായിരിക്കും ഗവർണർ പങ്കെടുക്കുക. രാജ്യത്തെ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ മാതൃക ആദ്യം മുന്നോട്ട് വെച്ചത്. തന്റെ വാഹനവ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം കുറച്ചതിനൊപ്പം പൈലറ്റ് വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് ആക്കി മാറ്റുകയും ചെയ്തിരുന്നു. മിൽമ പാൽവില വർധന വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ. മെയ് 21 വ്യാഴാഴ്ച മുതൽ പുതുക്കിയ വില നിലവിൽ വരും. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ബുധനാഴ്ച ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പുതിയ നിരക്കിന് അംഗീകാരം നൽകും. ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് മിൽമ പാൽവില വർദ്ധിപ്പിക്കുന്നത്. ഏപ്രിലിൽ ചേർന്ന യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. സർക്കുലർ റെസല്യൂഷൻ വഴി വില വർധന പാസാക്കാൻ നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിലും ബോർഡ് അംഗങ്ങളിലെ 8 പേർ മാത്രമാണ് ഉത്തരവിൽ ഒപ്പിട്ടത്. 18 അംഗങ്ങളുള്ള ഡയറക്ടർ ബോർഡിലെ 8 പേർ മാത്രമാണ് സർക്കുലറിൽ ഒപ്പിട്ടത്. KSRTC ബസ്സുകളിലെ പ്രതിഷേധത്തെ വിമർശിച്ച് അഖിൽ മാരാർ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആവശ്യപ്പെട്ട KSRTC ബസ്സുകളിൽ ഇന്നലെ നടന്ന പ്രതിഷേധ പരിപാടികളെ വിമർശിച്ച് ബിഗ് ബോസ് മുൻ വിജയിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥിയുമായ അഖിൽ മാരാർ. UDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന വാഗ്ദാനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയാണ് പലയിടങ്ങളിലായി KSRTC ബസ്സുകളിൽ ഇന്നലെ പ്രതിഷേധം നടത്തിയത്. സംഘടനാ പ്രവർത്തകർ ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനെ വിമർശിച്ചാണ് അഖിൽ മാരാർ രംഗത്തെത്തിയിരിക്കുന്നത്.
റാപ്പർ വേടന് തിരിച്ചടി. താരത്തിന്റെ പക്കൽ നിന്ന് വനം വകുപ്പ് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലി തന്നെയെന്ന് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കേസിൽ വനം വകുപ്പ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. മാലിയിലുള്ള പുലിപ്പല്ലി വിദേശത്ത് നിന്ന് എത്തിച്ചതാണെന്നാണ് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്.